നമസ്കാരം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലാണുള്ളത്. തൃശ്ശൂരിന്റെ കുറച്ച് കാഴ്ചകളും ഞങ്ങൾ ഇന്ന് ഗുരുവായൂരേക്ക് പോകുന്നുണ്ട്. അതൊക്കെ കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന്. ഞങ്ങളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. നമ്മുടെ ഫ്ലാഗ് വരുന്നത് ഇവിടെയാണ്. റെയിൽവേ സ്റ്റേഷന്റെ മെയിൻ ഭാഗം ഇതാണ്. നല്ല തിരക്കാണ് ഈ ഒരു സമയത്ത്. നമുക്ക് ഇവിടുന്ന് ക്ഷേത്രത്തിന്റെ അവിടത്തേക്ക് 1.4 കിലോമീറ്റർ അല്ലേ? 1.4 നേരെ ഇതുവഴി തന്നെയാണ് കാണുന്നത്. പിന്നെ ഇവിടെ തന്നെ മട തൃശ്ശൂർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സെൽഫി പോയിൻ്റൊക്കെ ഉണ്ട്. ഐ ലവ് മട തൃശ്ശൂർ. പിന്നെ ഇതൊക്കെ പേ പാർക്കിംഗ് ആണ്, 24 hours ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിന്ന് നമുക്ക് പോകാനുള്ളത് ഈ റോഡല്ല, ഇവിടത്തേക്ക് ഈ ഒരു വഴിയാണ് പോകാനുള്ളത്. ഈ വഴി നേരെ ലൈറ്റൊക്കെ ഇട്ടുന്ന് സന്തോഷം. ഈ ഒരു റൈറ്റിലേക്കുള്ള റോഡ് വഴിയല്ല പോകേണ്ടത്. അവിടുന്ന് ഗൂഗിൾ മാപ്പ് ചെറുതായിട്ടൊരു പണി തന്നെ കേട്ടോ. അതായത് ആ ഒരു റെയിൽവേൻ്റെ ജംഗ്ഷൻ ഇല്ലേ, അവിടുന്ന് നേരെ കാണുന്ന ആ ഒരു വഴിയാണ് നമുക്ക് പോകാനുള്ളത്. പിന്നെ അതുവഴി തന്നെ നേരെ നടന്നിട്ട് പോവാം. അതായത് ആ നേരെ കാണുന്ന അവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ. അവിടുന്ന് നേരെ കാണുന്ന ഈ ഒരു വഴി തന്നെ നടന്നാൽ മതി. മെയിൻ ബസ്സുകളൊക്കെ ഇതുവഴി തന്നെയാണ് പോകുന്നത്. KSRTC ഒക്കെ ഇതാ ആ ഒരു ഭാഗത്തേക്ക് കയറി പോവാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്ന റൂട്ട് ഇതാണ്. നമ്മളങ്ങനെ നടന്ന് തേക്കിൻകാട് മൈതാനത്ത് തിരികെയാണ്. അതായത് നമ്മുടെ ഈ ഒരു ക്ഷേത്രമുള്ള ഭാഗം ഇതാണ്. ഇനിയിപ്പോൾ നേരെ അവിടത്തോട്ട് പോകണം. ഇവിടെയാണ് നമ്മുടെ വടക്കുംനാഥ ക്ഷേത്രം ഉള്ളത്. ഇവിടത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട് ഇവിടെ തന്നെ, മഹാഗണപതി. നമുക്ക് ഇതിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും പോവാം. ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള നല്ല വിസ്താരമായിട്ടുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട്. അതുവഴിയും എല്ലാ വഴിയും നമുക്ക് നടന്ന് വരാം. ഇവിടെയാണ് നമ്മുടെ ക്ഷേത്രം വരുന്നത്, വടക്കുംനാഥ ക്ഷേത്രം. തൃശ്ശൂർ പൂരത്തിന്റെ സമയത്ത് ഈ ഒരു ഭാഗത്തെ തിരക്കൊന്നും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഞങ്ങളായാലും ഈ ഒരു പൂരത്തിന്റെ കാഴ്ചകളൊക്കെ TV-ൽ അല്ലാതെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഇനിയുള്ള വർഷം നേരിട്ട് തന്നെ കാണാൻ ഉള്ളൊരു ഭാഗ്യം ലഭിക്കട്ടെ. കാരണം ഇവിടെ പലപ്പോഴും വരാൻ ആഗ്രഹിക്കാറുണ്ട്, ഓരോ സാഹചര്യം കാരണം വരാൻ സാധിക്കാറില്ല. അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ വീഡിയോ, ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ഒരു തൃശ്ശൂർ പൂരം കണ്ട ആൾക്കാർക്ക് അറിയാം ഇവിടുത്തെ എത്രത്തോളം ഉണ്ടെന്ന്. അതെ, പറഞ്ഞ പോലെ തന്നെ TV കാണുമ്പോൾ അതൊരു വേറെ ഫീലാണ് കേട്ടോ തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാല് പറയാൻ വേറെ വാക്കുകളില്ല. പൂരങ്ങളുടെ പൂരമല്ലേ? അതെ അതെ. ഇനിയിപ്പോൾ ആ ഒരു പൂരൊക്കെ നടക്കുന്ന ഒരു കുടമാറ്റൊക്കെ നടക്കുന്ന ഒരു ഭാഗമില്ലേ, ആ ഒരു ഭാഗത്തേക്കാണ് ഞങ്ങൾ നടക്കുന്നത്. അവിടെ ഏതാ ഓം നമ ശിവായ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ആനയൊക്കെ ഇറങ്ങി വരുന്നതൊക്കെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. ഇവിടെയാണ് ആ വിസ്താരമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഉള്ളത്. ഇവിടെയാണ് ആ ഒരു പൂരം നടക്കുന്ന ആ ഒരു ഭാഗം. എന്ത് ഭംഗിയല്ലേ കാണാൻ. വൈകുന്നേര സമയങ്ങളിലാണ് നല്ല ആൾക്കാരൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. കൂടുതൽ പേര് നല്ല നല്ല ഫോട്ടോസ് എടുക്കാനാണ്. കാരണം ഇതിൻ്റെ മുൻഭാഗത്ത് എനിക്ക് ക്യാമറ മാറ്റാനേ തോന്നില്ല. അത്രയും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സൗന്ദര്യം തന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ഭാഗത്തിനുള്ളത്. ഈ ഒരു വഴി ഒരു ആന കൂടെ ഇറങ്ങി വരണമായിരുന്നു. അതൊന്നും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എന്തൊരു ഭംഗിയായിരിക്കും അല്ലേ. ഇവിടെ ടോട്ടൽ ഇതാ ഇങ്ങനെയാണ് ഈ ഒരു ഭാഗം മുഴുവനായിട്ടുള്ളത്. തൃശ്ശൂർ വന്നിട്ട് നമ്മുടെ വടക്കുംനാഥ ക്ഷേത്രം കാണാതെ പോകുന്നത് എത്രയോ വലിയ തെറ്റല്ലേ നവിയല്ലേ? ഈ തേക്കിൻകാട് മൈതാനത്തിന്റെ ഇപ്പുറത്ത് തന്നെയാണ് ഈ പറഞ്ഞ റോഡ് വരുന്നത് കേട്ടോ, ഇങ്ങനെ ഒരു സർക്കിളായിട്ട് തന്നെ. അതെ 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 അതെ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഇവിടുത്തെ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിലോട്ട് പോകണം. അവിടുന്ന് ബസ് കയറിയിട്ട് വേണം നമുക്ക് ഗുരുവായൂരോട്ട് പോകാൻ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അടുത്ത പ്ലാൻ ഉള്ളത്. പിന്നെ ഈ ഒരു സമയത്ത് ഗുരുവായൂരേക്ക് പോകാൻ ട്രെയിനൊന്നുമില്ല. അതാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബസ്സിലേക്ക് ആക്കിയത്. അല്ല, ബസ് പോവാം. ബസ്സിന് കുറേ ആയി ഇപ്പം എന്താ പറയുക, ട്രെയിനിൽ തന്നെ നമുക്ക് എന്തായാലും ബസ്സിന് പോവാം. ഒരു മണിക്കൂർ കൊണ്ട് എത്തുമായിരിക്കും തൃശ്ശൂർ ടു ഗുരുവായൂർ. വേറൊരു കാര്യമുണ്ട്, പണ്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ എല്ലാ വർഷവും ഗുരുവായൂരേക്ക് വരാറുണ്ട്. അച്ഛൻ ഞങ്ങളെ കൂട്ടിയിട്ടാണ് വരാറ്. അത് കുറ്റിപ്പുറം ഇറങ്ങിയിട്ടല്ലേ വരാറ്? അല്ല, നമ്മളവിടെ നമ്മുടെ നീലേശ്വരം പയ്യന്നൂർ ട്രെയിൻ കയറി നേരെ കുറ്റിപ്പുറം ഇറങ്ങിയിട്ട് അവിടെ നേരെ കുന്നംകുളം വഴി നേരെ ഗുരുവായൂർ വരാണ് പതിവ്. അതെ. പിന്നെ നേരെ ഇനിയിപ്പോൾ
ബസ് സ്റ്റേഷനിലേക്ക് പോവാം. പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ പൂരം തൃശ്ശൂരുകാരുടെ വികാരമാണ്. തൃശ്ശൂർ ജില്ലയ്ക്ക് പുറമെ കേരളത്തിലെ മറ്റു ജില്ലകളിൽ നിന്ന് എല്ലാവരും പൂരം കാണാൻ വേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് നടക്കും വിനോദസഞ്ചാരികളടക്കം നമ്മുടെ തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടി വരുന്നുണ്ട്. പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ദേവതകൾ, മറ്റു ചെറിയ പൂരങ്ങളെല്ലാം വടക്കുന്നാഥൻ്റെ സന്നിധിയിൽ ഈ ഒരു പൂരത്തിൽ ഏർപ്പെടുന്നുണ്ട്. 10,000-കണക്കിന് ഭക്തരും വിനോദസഞ്ചാരികളൊക്കെ വരുന്ന ആകർഷിക്കുന്ന ഒരുപാട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ഒരു പൂരത്തിൽ ഒരുപാട് ആകർഷണങ്ങളുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ പഞ്ചവാദ്യം, ഇലഞ്ഞിത്തറമേളം, കുടമാറ്റം, വെടിക്കെട്ട്, ഇതൊക്കെ തന്നെയാണ്. എന്ത് പറയുകയാണെങ്കിൽ നമ്മുടെ തൃശ്ശൂരത്തെ വെടിക്കെട്ട് നമുക്ക് എടുത്ത് കാണേണ്ടത് തന്നെയാണ്. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിലേക്ക് 1.2 കിലോമീറ്ററാണ് ഉള്ളത്. നമ്മൾ ഈ കാണുന്ന വഴി തന്നെയാണ് നടക്കുന്നത്. വൈകുന്നേരം കറക്റ്റ് ഇപ്പോൾ 6 മണിയായി. അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. തൃശ്ശൂരിലേക്കാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വൈകുന്നേര സമയത്ത് ഇറങ്ങി നടക്കുന്നത്. വണ്ടി കൊണ്ട് ഇഷ്ടം പോലെ ഇതുവഴിയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ നടന്നിട്ടില്ല. ഈ ഒരു തേക്കിൻകാട് മൈതാനത്തെ എന്താ പറയുക, വളയം വെച്ചുകൊണ്ടാണ് ഈ ഒരു റോഡും പോകുന്നത്. ഇങ്ങനെ റൗണ്ടാണ്. വണ്ടിയിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് കണ്ടുകൊണ്ട് വരാം. ഇവിടെ ഇപ്പോൾ ബ്ലോക്കായിട്ടാണ് ഉള്ളത്. ഈ ഒരു ബസ്സൊക്കെ നേരെ ആ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് തന്നെയാണ് പോകുന്നത്. ഈ റൗണ്ടിൽ ഈ ഒരു ഭാഗത്ത് എപ്പോഴും ഇങ്ങനെ ബ്ലോക്ക് തന്നെ കേട്ടോ. ഈ ഒരു ബസ് നല്ല ലുക്കല്ലേ നോക്കിയാ? തൃശ്ശൂർ സ്റ്റൈൽ ബസ്സായത്. പക്ഷെ എന്തോരം ബ്ലോക്കാന്ന് നോക്കിയേ. അതാ ബസ് ഇറങ്ങി വരുന്ന വഴിയല്ലേ? അതല്ലേ ആ വഴിയാണ് നേരെ ബസ് സ്റ്റാൻഡിലേക്ക്. തൃശ്ശൂർ അയ്യോ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. ഞങ്ങളിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ ഭാഗത്തെത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ മേലേക്കിടെ നടക്കാനുള്ള സെറ്റപ്പാണ്. പക്ഷേ ഇപ്പോൾ ഓപ്പൺ അല്ല. അവിടെ ലിഫ്റ്റൊക്കെ ഉണ്ട്. സംഭവം സെറ്റപ്പാണ്. വന്നു കഴിഞ്ഞാൽ അടിപൊളിയാവും. ബസ് സ്റ്റാൻഡിൽ ഏകദേശം എത്താനായി. ഇതാണ് ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡ്. ഇവിടെ അതിൻ്റെ ലിഫ്റ്റിൻ്റെ വർക്കൊക്കെ കണ്ട. നമ്മൾ KSRTCക്ക് പോന്നോ പ്രൈവറ്റിന് പോന്നോ? പ്രൈവറ്റ് പോരെ? പ്രൈവറ്റ് മതി ഇല്ലേ? പ്രൈവറ്റിന് പോവാം. ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡ്. ഈ പണ്ട് നമ്മുടെ നാടൊക്കെ നാട്ടുരാജ്യങ്ങളായിരുന്നല്ലോ. അതുപോലെ തന്നെ അതിലെ കൊച്ചി രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു ഈ ഒരു ശക്തൻ തമ്പുരാൻ. അദ്ദേഹത്തിൻ്റെ പേരാണ് ഈ ഒരു ബസ് സ്റ്റേഷന് നൽകിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഗുരുവായൂർ ബസ് കണ്ടെത്തണം, അതിൽ കയറണം, യാത്ര ചെയ്യണം. 27 കിലോമീറ്റർ ഉണ്ട് നമുക്ക് അവിടത്തോട്ട് സഞ്ചരിക്കാനുള്ള ദൂരം. കുന്നംകുളം ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ഇവിടെയാണ്. അതിൽ പെട്ടെന്ന് പോകുന്ന ബസ് ഏതാണെന്ന് നോക്കി അതിൽ കയറാം. ഗുരുവായൂരേക്ക് പോകേണ്ട ഒരു ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഇതിനിപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടേ എടുക്കുള്ളൂ. വണ്ടി കുറച്ച് ഫുള്ളാവണ്ടേ. ഒരുപാട് ബസ്സുണ്ട് കേട്ടോ. ഈ കാണുന്നതെല്ലാം ഗുരുവായൂർ വണ്ടി തന്നെയാണ്. ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് കറക്റ്റ് 6:30 ഈ ഒരു ബസ് എടുത്തത്. എത്ര മണിക്കിന് നമുക്ക് ഗുരുവായൂർ എത്തും നോക്കാം. തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡാണിത്. ഇവിടെ തന്നെ ഒരു KSRTC സ്വിഫ്റ്റ്. ടൗൺ ബസ്സൊക്കെ ഒരേ പോക്കാണ്ട. ഇതിപ്പോൾ അമരാനഗർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇരിക്കുകയാണ്. സമയം കറക്റ്റ് 7:30. നമ്മൾ വന്ന ബസ് ഇതാണ്. ഗുരുവായൂരിൽ കറക്റ്റ് 1 മണിക്കൂർ കൊണ്ടാണ് ബസ് എത്തിച്ചത്. ഞങ്ങളുടെ തൊട്ട് പുറകിലുള്ളതാണ് ഗുരുവായൂർ ബസ് സ്റ്റാൻഡ്. ഞങ്ങൾക്ക് തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരേക്ക് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ആയത് 35 രൂപയാണ്.
പൊതുവെ ടിക്കറ്റ് ചാർജ് പറയുന്ന സമയത്ത് ഞാനിങ്ങനെ ടിക്കറ്റ് ഉയർത്തി കാണിക്കാറുണ്ടല്ലോ. എന്താണെന്നറിയില്ല, തൃശ്ശൂര് നമ്മൾ ഇതിൽ കൂടെ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്തുണ്ട് കണ്ടക്ടർ പൈസ വാങ്ങുന്നല്ലാതെ ടിക്കറ്റ് ഒന്നും തന്നില്ല കേട്ടോ. മുമ്പ് തവണ വന്ന സമയം, അതായത് വീഡിയോ ഒന്നല്ല, മുമ്പ് ഒരു വർഷങ്ങൾക്ക് മുന്നേ തൃശ്ശൂർ വന്ന സമയത്തും ഗുരുവായൂർ റൂട്ടിൽ വന്ന സമയത്തും ടിക്കറ്റ് തന്നില്ല. എനിക്കൊന്ന് ടിക്കറ്റ് കൊടുക്കുന്ന പരിപാടിയില്ല അതിന്. അതെ തീർച്ചയായും. പിന്നെ നമ്മൾ 26 കിലോമീറ്റർ എന്നല്ല കേട്ടോ, കുറച്ച് വളഞ്ഞൊക്കെയാണ് ഈ വണ്ടി വന്നത്. അതായത് നമ്മുടെ വണ്ടി സാധാരണ ഗൂഗിൾ മാപ്പ് എളുപ്പ വഴിയല്ലേ കാണിക്കുള്ളൂ തൃശ്ശൂരിൽ നിന്ന്. ഇത് പറഞ്ഞാൽ ബസ് റൂട്ട് വേറെ തന്നെയാണ്, കേച്ചേരി വഴിയാണ് വന്നത്. അതുകൊണ്ടാണ് കുറച്ച് ദൂരം എടുത്തത്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഇവിടെ നല്ലൊരു റൂം കണ്ടെത്തണം. ബഡ്ജറ്റ് ട്രാവലേഴ്സ് ആണല്ലോ, അപ്പോൾ ബഡ്ജറ്റ് റൂം തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ഏകദേശം 500 നമ്മുടെ ഒരു ബഡ്ജറ്റ് വെച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. എറണാകുളം വൈറ്റില ഹബ്ബ് രാവിലെ 4:30 ഇവിടുന്ന് ഗുരുവായൂരിൽ പുറപ്പെടും. എനിക്ക് ഈ ഒരു ടൈപ്പ് ബസ്സാണ് നല്ല ഇഷ്ടം കേട്ടോ, ഇത് അടിപൊളിയായി ഇത്. ഇനിയിപ്പോൾ നേരെ നമുക്ക് ആ ഒരു ക്ഷേത്രം ഭാഗത്തുള്ള റൂമുകൾ നമുക്ക് നോക്കാം. നമ്മളിപ്പം നേരെ അങ്ങോട്ടാണ് പോകുന്നത്. ഗുരുവായൂരിൽ ഇപ്പോൾ രാവിലെ എറണാകുളം ഭാഗത്തേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വണ്ടിയൊക്കെ ചൂസ് ചെയ്യാം കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ ഈ ഒരു ഭാഗത്ത് നിന്ന് ലെഫ്റ്റിലേക്കാണ്. ഈ ഒരു ഭാഗത്ത് പിന്നെ അങ്ങോട്ട് കാണുന്ന ലോഡ്ജോ എന്താ ഉള്ളത് വെച്ചാൽ അത് എടുക്കാം നമുക്ക്. ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ എടുത്താലല്ലേ നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് വരാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ട് ഈ ഒരു ഗുരുവായൂരിൽ താമസിച്ചിട്ടില്ല. റെയിൽവേൻ്റെ ഡോർമെട്രിയിലല്ലാതെ വേറെ എവിടെയും നിന്നിട്ടില്ല. റെയിൽവേയിൽ നിൽക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾക്ക് റിസർവേഷൻ ടിക്കറ്റ് ഇല്ല. ഇവിടെയൊക്കെ ഒരുപാട് ലോഡ്ജൊക്കെ കാണുന്നുണ്ട്. അയ്യോ സ്യൂട്ട് റൂം അതൊന്നും വേണ്ട, അത് നമുക്ക് ഒതുങ്ങുന്നതല്ല. ഒരുപാട് ഇവിടെയൊക്കെ ഒരുപാട് കാണുന്നുണ്ടല്ലോ. ആ തീർച്ചയായും നമുക്കൊരു കെട്ടിടം കാണുമ്പോൾ തോന്നുമോ ഇത് നമുക്ക് പറ്റിയതാണെന്ന്. അങ്ങനെയാണ് നമ്മൾ നോക്കി മനസ്സിലാക്കുന്നത്. വലിയ വലിയ ഹോട്ടലോ ഇതൊന്നും നമ്മുടെ ബഡ്ജറ്റിന് പറ്റില്ല. നല്ല പൈസയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊക്കെ ഏതെങ്കിലും ഒന്നിൽ താമസിക്കാൻ കേട്ടോ. ഞങ്ങളെ ഒരു ബഡ്ജറ്റിൽ പോകുന്നതുകൊണ്ടാണ് നമ്മുടെ രീതിയിലുള്ള റൂം നോക്കുന്നത്. ഞങ്ങൾക്കിവിടെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ നടയിൽ ഇവിടെ തന്നെ ഒരു നമുക്ക് ഒത്ത ഒരു പ്രൈസ് ഈ ഒരു ബഡ്ജറ്റിൽ തന്നെ റൂം കിട്ടിയിരിക്കുകയാണ്. ഇവിടുന്ന് നേരെ ആ വഴിയാണ് നമ്മൾ വന്നത്. നമ്മുടെ നേരെ ആ കാണുന്ന അവിടെയാണ് നമ്മുടെ ക്ഷേത്രമായിട്ടുള്ളത്. ഇനിയിപ്പം നേരെ ഇതുവഴിയാണ് നമുക്ക് പോകാനുള്ളത്. നമ്മുടെ റൂം ഇതാ ഇവിടെ 206 ഇവിടെയല്ല അല്ലേ, അവിടെയാണ് 206 ഇവിടെയാണ്. അതേ നമ്മുടെ റൂം ഡബിൾ ബെഡ്റൂമാണ്. ഇവിടെ ഫാൻ്റെ സ്വിച്ച് ഒന്ന് ഓഫ് ആക്കണം. ഇതല്ല, ഓക്കെ ഫാൻ ഓഫ് ആക്കാം. ഇതാണ് നമ്മളെടുത്ത റൂം കേട്ടോ. ഇവിടെ ഇത്രയും സൗകര്യമാണുള്ളത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കുമ്പോൾ ഈ ഒരു സൗകര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. ഞങ്ങൾ റൂമൊക്കെ അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും സമയം 8 മണിയായി. ഇനിയിപ്പം ഞങ്ങൾ ആ ക്ഷേത്രഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പോഴല്ല, ജസ്റ്റ് ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം. കാരണം ആ തൃശ്ശൂർ റൂട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന എൻ്റെ അമ്മ എന്തൊരു പൊടിയല്ലേ. കുന്നംകുളം പോകുന്ന റൂട്ട് പറഞ്ഞാൽ ഭയങ്കര ശോചനീയമായ അവസ്ഥ, മൊത്തം കുണ്ടും കൂടിയാണ്. ബസിന്റെ കാര്യം പറയണ്ടല്ലോ, തൃശ്ശൂർ ഇവിടുത്തെ ഭാഗത്ത് ബസ്സിന്ന് പോക്കല്ലോ എന്റെ അമ്മോ. പിന്നെ ഈ ഒരു ബസ്സിന്റെ ഒക്കെ കാര്യം അവിടെ നിൽക്കട്ടെ, കാരണം അതൊക്കെ ഒരു 1.5 പോക്കന്നെ വന്നത്. പക്ഷെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ, വേഗം എത്തി. പിന്നെന്താ പറയാ, ഇനിയിപ്പോ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ മനു പറഞ്ഞ കുളിച്ച് ഫ്രഷ് ആവണം. ഇപ്പൊ 7:50 സമയം. മിക്കവാറും ഉണ്ടല്ലോ, ഞാൻ അവിടെ നമ്മുടെ റിസപ്ഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അമ്പലത്തിൽ എന്താ പിന്നെ ഭക്ഷണം കിട്ടുമെന്ന്. മിക്കവാറും 7 മണിയാകുമ്പോൾ തന്നെ അത് കൊടുത്തു തുടങ്ങും. അപ്പൊ നിങ്ങൾ പോകുമ്പോഴത്തേക്ക് തന്നെ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും, കാരണം ഇന്ന് നല്ല തിരക്കാണ്. അപ്പൊ മിക്കവാറും കിട്ടാൻ ചാൻസ് കുറവാണ്. എന്നാൽ നമുക്ക് നോക്കാം, ഇത്രയും കുളിക്കാട്ടോ. അതെ. പിന്നെ ഈ ഒരു ലോഡ്ജിന്റെ പ്രൈസ് പറഞ്ഞില്ലല്ലോ, ഞങ്ങൾക്ക് നാളെ ഉച്ച 2 മണി വരെ ഉള്ളത് നമുക്ക് 600 രൂപ കിട്ടിയത് കേട്ടോ. അത് കാരണം വെച്ചാൽ ഞങ്ങളുണ്ടല്ലോ നാളെ ഉച്ച വരെ നിൽക്കുന്നില്ല. ഞങ്ങൾ പറഞ്ഞ് നാളെ രാവിലെ തന്നെ അതിരാവിലെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യുന്നുണ്ട്. ബാർഗെയിൻ ചെയ്തിട്ട് തന്നെയാണ് എടുത്തത്. അപ്പം ചിലപ്പോൾ ഇതിന്റെ കുറവ് ചിലപ്പോൾ ഈ ഭാഗത്തൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ എന്താ പറയാ, വയ്യാന്ന് പറയാം, കാരണം ഒരുപാട് ടയർഡായി ഇവിടെ തന്നെ എടുത്തു. കാരണം ഇനിയിപ്പോ റൂം അന്വേഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് വൈകും. പിന്നെ നമുക്ക് അമ്പലത്തിന്റെ ഭാഗത്തേക്കൊന്നും പോയാലൊന്നും പറ്റൂല. കുളിച്ച് ഫ്രഷായി ഇനിയിപ്പോൾ നേരെ ക്ഷേത്ര ഭാഗത്തേക്ക് പോവാണ്. നമ്മൾ റൂം എടുത്തിട്ടുള്ളത് കിഴക്കേ നടയുടെ ഈ ഒരു ഭാഗത്താണ്.
ഇതൊക്കെ ഇവിടെ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം തിരിച്ചു വരുമ്പോൾ. നിങ്ങൾ അവിടെ ആദ്യം ക്ഷേത്രത്തിൻ്റെ ഇവിടെ ആദ്യം ഭക്ഷണം കിട്ടുമോ നോക്കട്ടെ. അവിടെ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. ഹോട്ടൽസും ഉണ്ട്, അതുപോലെ തന്നെ റൂംസും ഉണ്ട്. പരമാവധി നിങ്ങൾ റൂമും ലോഡ്ജൊക്കെ എടുക്കുമ്പോൾ ബാർഗെയിൻ ചെയ്തെടുക്കാം കേട്ടോ, നമ്മളെ പോലെ ബഡ്ജറ്റായിട്ട് വരുവാണെങ്കിൽ. ഓം നമോ നാരായണായ. ഇനി ഈ ഒരു പന്തൽ വഴി നമുക്ക് നേരെ അകത്തോട്ട് കയറാം. ഈ പോകുന്ന വഴീൻ്റെ സൈഡിൽ തന്നെ ഒരുപാട് തൂണുകളുണ്ട്. ആ തൂണിൽ ഓരോരോ കൊത്തുപണികളൊക്കെ ഉണ്ട്. ഇതിലൂടെയൊക്കെ വണ്ടിയൊക്കെ എടുത്ത് വരുന്നുണ്ട് കേട്ടോ. അത് പൂജ ചെയ്യാൻ പോയ വണ്ടിയാണ് ആയിരിക്കാം. കിഴക്കേ നട, ഈസ്റ്റ് നട. ഈ ഗുരുവായൂർ ഈ ഒരു ഭാഗത്തേക്കൂടെയൊക്കെ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്നൊരു ആശ്വാസം. അയ്യോ, ചെറുപ്പകാലത്തെല്ലാം ഞങ്ങൾ എത്ര തവണ വന്നതാണെന്നറിയാം. ഇവിടെ വലുതാകുമ്പോഴും വന്നു. ബാഗൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലോക്ക് റൂമൊക്കെ അവൈലബിൾ ആണ്. സൈഡിലൊക്കെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. ദർശനത്തിന് വേണ്ടിയിട്ടുള്ള തിരക്കാണ് ഈ കാണുന്നത്. ഇതാണ് ഇവിടുത്തെ തുലാഭാരം. നമുക്ക് ഇവിടം വരെയാണ് ക്യാമറകളൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നത്. അകത്തേക്ക് പിന്നെ ക്യാമറ നല്ലോണല്ല. ഇവിടേക്ക് എല്ലാ ദിവസവും ഓരോരോ പരിപാടികളുണ്ടാവും. ഇവിടുത്തെ പരിപാടികളൊക്കെ നടക്കുന്നത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ്. ഈ ഒരു ഓഡിറ്റോറിയത്തിൽ ഈ ഒരു വഴിയൊക്കെ നടന്നു പോവുകയാണ്. ഇതുവഴി നമുക്ക് നടന്നു പോകാം. അതുപോലെ ഈ ഒരു വഴി. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ATM ഉണ്ട്. അതുപോലെ തന്നെ ഇനി ഇവിടെ ക്ലോക്ക് റൂമും ഉണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ചെരുപ്പും ഈ ബാഗൊക്കെ ഇവിടെ വെക്കാം. ഈ ഒരു വഴിയാണ് നമ്മൾ വന്നത്, നേരെ ഇവിടേക്ക്. ഈ ഒരു ഭാഗം വരുന്നത് പടിഞ്ഞാറേ നടയാണ്. ഇവിടെ ഒരു കൂട്ടം ആനകളിട്ടുണ്ട്. അത് എന്നിട്ട് വലിയ ആന കഴിഞ്ഞു. ഇങ്ങോട്ട് വരുന്നതാ. ഞാൻ വാട്സപ്പിൽ ഇട്ടാരാം. अम्मा पीछे से വെറുതെ കളയണ്ട. ആ നടേൻ്റെ അകത്തോട്ട് കയറി പോവുകയാണ്. ഈ ഒരു ആനയും കൂടെ ആ ഒരു നടേൻ്റെ അകത്തോട്ട് കയറുകയാണ്. അവിടെയാണ് അവൻ ഒറ്റ. ഈ
ഈ ഗുരുവായൂർ വന്നിട്ട് ഈ ആനകളെ കാണുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ഭാഗ്യം 3 ആനകളെയും കാണാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ ഇനി അടുത്ത സ്ഥലം എന്ന് വെച്ചാൽ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന ഊട്ടുപുര ഭാഗത്തേക്ക് പോകാം. പക്ഷേ ചാൻസ് കുറവാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. നമുക്കൊന്ന് പോയി നോക്കാം, എല്ലാ ഭാഗങ്ങളിലേക്കും പോകണമല്ലോ. അതെ, ക്ഷേത്രക്കുളമാണ് നിങ്ങൾ ഈ തൊട്ട് മുന്നിലായിട്ട് കാണുന്നത്. പകല് ഇതിൻ്റെ നല്ലൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾ രാത്രിയാണല്ലോ വന്നു പോയത്. പിന്നെ ഇവിടെയൊക്കെ ഓരോന്ന് എഴുതിയിട്ടുണ്ട്. എണ്ണ സോപ്പ് മുതലായവ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങാം, അതിൻ്റെ അപ്പുറത്തേക്ക് ഇറങ്ങിക്കൂടാന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോർഡും ഉണ്ട്. മീനുകളുണ്ട് കേട്ടോ. അതാ ഇഷ്ടം പോലെ. ഈ രാത്രി ആയതുകൊണ്ട് കൂടുതൽ വിഷ്വൽസ് കറക്റ്റായിട്ട് മീനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല, എന്നാലും കാണാൻ പറ്റും. ഒരു കറുത്ത കളർ കാണില്ല അങ്ങോട്ട്. അതാണ് മീൻ. വലിയ സൈസിലെ മീനല്ലേ, ഒരുപാടുണ്ട്. അമ്പലത്തിൻ്റെ ഈ ഒരു ഭാഗത്തെല്ലാം നല്ല രീതിയിൽ സൈലൻ്റ് ആണ്. ഇവിടെ എന്തൊക്കെയോ ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു പന്തലിടുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇതൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ പ്രധാന നട എന്ന് പറയുന്നത് ഈസ്റ്റ് നട, കിഴക്കേ നടയാണ്. നമ്മൾ റൂം എടുത്ത ആ ഒരു ഭാഗമില്ലേ, അതാണ് ഈ കിഴക്കേ നട. കിഴക്കേ നടയിലൂടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരും കടന്നു വരുന്നത്. വടക്കേ നടയാണിത്. ഊട്ടുവരൊക്കെ വരുന്നത് അങ്ങ് അവിടെയാണ്. നമ്മളിവിടുത്തെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 7:30-8 മണിയാകുമ്പോൾ തന്നെ ഭക്ഷണം എല്ലാം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. 7 മണിക്ക് തുടങ്ങും. അപ്പം ഫുഡ് കഴിയുന്നതനുസരിച്ച് ആ സമയത്ത് തീരുന്ന പറഞ്ഞു. തീർന്നിട്ടുണ്ട്, കാരണം നല്ല തിരക്കായിരുന്നു. അയ്യോ, നല്ല തിരക്കാണ്. കുഴപ്പമില്ല, നമുക്കിനിയിപ്പോൾ വേറൊരു ദിവസം വന്ന് ഇവിടുത്തെ അന്നദാനം കഴിക്കാം. വടക്കേ നട വഴി നമുക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ കാണാം. കിഴക്കേ നടയുടെ ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് ഈ കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. ഇവിടെയാണ് ക്ഷേത്രം വരുന്നത്. പിന്നെ തൊട്ട് ഇവിടെ തന്നെ ക്ലോക്ക് റൂമുണ്ട്. ഗുരുവായൂർ വെച്ച് അമ്മേനെ വീഡിയോ കോൾ വെച്ച് നവിത ഗുരുവായൂർ കാണിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഗുരുവായൂർ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഓരോട്ട് അമ്മേനെയും കൂട്ടിക്കൊണ്ടുവരണം, അച്ഛനെയും കൂട്ടിക്കൊണ്ടുവരണം. എന്തായാലും അവരെന്തായാലും രണ്ടുപേരെ കൂട്ടിക്കൊണ്ടുവരണം ഇവിടത്തേക്ക്. നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്ത് പോയിട്ട് നമുക്ക് നേരത്തെ കാണിച്ച ഇന്ത്യൻ കോഫി ഹൗസോ ഏതെങ്കിലും നല്ലൊരു ഹോട്ടലിൽ കയറിയിട്ട് രാത്രിയിലേക്കുള്ള ഭക്ഷണം കഴിക്കാം. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ അകത്തേക്ക് കയറുന്നില്ല, കാരണം അവിടെ നല്ല തിരക്ക്, ഇരിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. ഇവിടെ വേറെ ഏതെങ്കിലും ഒരു ഹോട്ടലിലോട്ട് പോകാമെന്ന് കരുതി. നോക്കാം, ഒരുപാട് ഹോട്ടൽസ് ഉണ്ടല്ലോ. ഞങ്ങളിവിടെ ഒരു ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. ചപ്പാത്തിയും വെജ് കുറുമയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ വരും. ചപ്പാത്തി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വെജ് കുറുമയുണ്ട്. ഇത് മോരാണ്. അപ്പോൾ വെജ് കുറുമ നവീൻ്റെതും എടുത്തു, എൻ്റെതും കൂടെ ഇങ്ങോട്ട് എടുത്തേക്കാം. ഇന്ന് രാത്രിക്ക് നമ്മൾ ഇതാണ് കഴിക്കുന്നത്. ചപ്പാത്തി കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല സോഫ്റ്റ് തന്നെയാണ്, വലിയ ഹാർഡായിട്ടില്ലതൊന്നുമല്ല. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ താമസിക്കുന്ന ആ ഒരു ലോഡ്ജിൻ്റെ ഭാഗത്തേക്ക് നടന്നിട്ട് പോവുകയാണ്. എന്ത് പറഞ്ഞാലും ഈ ഒരു ഗുരുവായൂർ ഈ ഒരു ഭാഗത്തെ വൃത്തി അതെടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്. ഒരു വേസ്റ്റോ എവിടെയും നമുക്കങ്ങനെ കാണാൻ സാധിക്കില്ല. അടിപൊളിയാണ് ഇവിടുത്തെ വൃത്തി. ഞങ്ങൾ താമസിക്കുന്ന ലോഡ്ജിൻ്റെ തൊട്ട് മുകളിൽ കയറുകയാണ്. ഇവിടുന്ന് കാണുന്ന ഒരു വ്യൂ ഇങ്ങനെയാണ്. നമുക്ക് നേരെ ആ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു വ്യൂ ഒക്കെ നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ തൃശ്ശൂരിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്. ഗുരുവായൂർ നമ്മൾ എല്ലാം കണ്ടുവല്ലേ മതി. ഗുരുവായൂരിൽ എങ്ങനെ എത്തിച്ചേരാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ. കാരണം തൃശ്ശൂരിൽ നിന്നാണല്ലോ ഗുരുവായൂർക്ക് വരുന്നത്. ഈ ട്രെയിനൊക്കെ കുറവാണ് കേട്ടോ. തൃശ്ശൂരിൽ നിന്ന് അത്ര 21 കിലോമീറ്റർ വരാനുണ്ട്, പക്ഷെ അത് നമ്മൾ വിചാരിച്ച സമയത്തൊന്നും ഇല്ല. നമ്മളിപ്പം വീഡിയോ ആരംഭിച്ചത് ഒരു 3 മണി സമയത്താണ്. ആ സമയത്തൊന്നും ഗുരുവായൂരിലേക്ക് വണ്ടി വരില്ല. രാത്രിക്ക് തിരുവനന്തപുരം ഇന്റർസിറ്റി, അങ്ങനത്തെ എറണാകുളം ഗുരുവായൂർ വണ്ടി അങ്ങനത്തെ വണ്ടികളേ ഉള്ളൂ. ഇവിടുന്ന് രാവിലെ പുലച്ചക്കാണ് അങ്ങോട്ടേക്ക് വേണ്ടി. കാരണം നമ്മൾ നട തുറക്കുന്ന സമയത്ത് തൊഴുതൊക്കെ അതിന് ശേഷം അങ്ങനെയൊക്കെ പോകാൻ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അതൊരു നമ്മൾ വിചാരിച്ച സമയത്തൊന്നും ചിലപ്പോൾ ട്രെയിൻ ഉണ്ടാവില്ല. അപ്പോൾ ബസ്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ വീഡിയോ ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഇന്ന് ബസ് എല്ലാ ടൈമിലും ഉണ്ട്. ബസ് എല്ലാ സമയത്തും 1 മണിക്കൂർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആദ്യത്തെ ഇവിടുത്തെ നമുക്കൊരു വിഷമം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടുത്തെ എന്താ പറയുക ഭക്ഷണം കിട്ടില്ല. അമ്പലത്തിൽ നമ്മൾ ഏത് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാറുണ്ട്. കൊല്ലൂർ മൂകാംബികയിലൊക്കെ പോയ സമയത്ത് നമ്മൾ അവിടുത്തെ ഭക്ഷണം കഴിക്കരുത്, കാരണം നമ്മൾ എത്തിയ സമയം വൈകിപ്പോയി. അല്ല, അത് വേറൊരു ദിവസം നമുക്ക് വന്നിട്ട് എന്തായാലും അത് കഴിക്കാം. അതെ. അപ്പോൾ എന്താ പറയുക, ഈ ഒരു ഗുരുവായൂരിൻ്റെ കാഴ്ചകളെല്ലാവരും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു ദിവസങ്ങൾ ഇടുന്നതായിരിക്കും. ബൈ.